എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. റാങ്ക് ലിസ്റ്റിൽ വിദ്യാർത്ഥികൾക്ക്, അതായത് എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതിയ ശേഷം റാങ്ക് ലിസ്റ്റിൽ വരാതെ, അതായത് റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ പ്രൊഫൈലിൽ പ്രവേശിച്ച് അവിടെ വല്ല അലോട്ട്മെൻറ്റ് മെമ്മോ എന്നുള്ള, അതായത് അലോട്ട്മെൻറ്റ് മെമ്മോ അല്ല, മെമ്മോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അപേക്ഷയിൽ എന്തൊക്കെയാണ് തെറ്റുകൾ എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ആ ഒരു തെറ്റുകൾ ഉള്ളത് കൊണ്ടാണ് വിദ്യാർത്ഥികളുടെ ആ ഒരു ഫലം തടഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സർക്കുലർ പ്രകാരം പറഞ്ഞിട്ടുള്ളത്, വിദ്യാർത്ഥികളോട് +2ൻ്റെ മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയുടെ നിശ്ചിത വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്ക് ഓൺലൈനായിട്ട് നൽകുന്നതിനുള്ള സമർപ്പിക്കാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്രകാരം എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയുള്ള 58,340 വിദ്യാർത്ഥികളിൽ 52,500 വിദ്യാർത്ഥികൾ അവരുടെ രണ്ടാം വർഷ യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് സമർപ്പിച്ചിരുന്നു. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിലെ നോർമലൈസ്ഡ് സ്കോറിനും പ്രോസ്പെക്ടസ് ക്ലോസ് 9.A.4b 3 പ്രകാരം സ്റ്റാൻഡേർഡൈസേഷന് വിധേയമാക്കിയ യോഗ്യതാ പരീക്ഷയിലെ മാർക്കിന് തുല്യ പരിഗണന നൽകിക്കൊണ്ടാണ് എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. സ്റ്റാൻഡേർഡൈസേഷൻ പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ പാരാമീറ്റേഴ്സ് ചില ബോർഡുകളിൽ നിന്നും ലഭിച്ചിട്ടില്ല, അതായത് നിങ്ങളുടെ മാർക്ക് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയുള്ളത് A6/2017 ഉത്തരവ് പ്രകാരം രൂപീകരിച്ച കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം മാനദണ്ഡം അനുസരിച്ചുകൊണ്ടാണ് അത്തരം ബോർഡുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ മാർക്കിൻ്റെ സ്റ്റാൻഡേർഡൈസേഷൻ നിർണ്ണയിച്ചത്. അപേക്ഷയിലെ അപാകതകൾ കാരണവും രേഖകളുടെ അഭാവത്തിലും എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതാനും വിദ്യാർത്ഥികളുടെ ഫലം തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപേക്ഷയിലെ അപാകതകളും ഫലങ്ങൾ തടഞ്ഞു വെക്കുന്നതിനുള്ള മറ്റ് കാരണങ്ങളും പരിഹരിക്കുന്ന മുറയ്ക്ക് ഇവരുടെ ഫലം പ്രസിദ്ധീകരിക്കുന്നതാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാരണത്താൽ ഒരു വിദ്യാർത്ഥി പ്രവേശനത്തിന് അർഹനാവുന്നില്ല. പ്രൊഫഷണൽ ഡിഗ്രി പ്രവേശനത്തിന് പ്രോസ്പെക്ടസ് പ്രകാരമുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ ഓരോ വിദ്യാർത്ഥിയും തൃപ്തിപ്പെടുത്തേണ്ടതാണ്. വിദ്യാർത്ഥികൾ പ്രവേശന സമയത്ത് പ്രോസ്പെക്ടസ് ക്ലോസ് 6.2 പ്രകാരമുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ നേടിയിരിക്കണം. ഇത് പ്രവേശന സമയത്ത് കോളേജ് അധികാരികൾ പരിശോധിക്കുന്നതാണ്. എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് പരിഗണിക്കപ്പെട്ട യോഗ്യതാ പരീക്ഷയിലെ മാർക്കും വിവരങ്ങളും പ്രവേശന സമയത്ത് കോളേജ് അധികാരികൾ പരിശോധിക്കുന്നതാണ്. സമർപ്പിക്കപ്പെട്ട മാർക്ക് വിവരങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം കണ്ടെത്തുന്ന പക്ഷം പരീക്ഷാർത്ഥിത്വം റദ്ദാക്കുന്നതായിരിക്കും. റാങ്ക് ലിസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാറ്റഗറി കമ്മ്യൂണിറ്റി ലിസ്റ്റ് പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതാണ് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫലം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അതായത് നിങ്ങളുടെ ഈ ഒരു എഞ്ചിനീയറിംഗ് റാങ്ക് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഫൈലിൽ പോയിട്ട് മെമ്മോ ഡീറ്റെയിൽസിൽ വല്ല തെറ്റുകളും ഉണ്ട് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു തടഞ്ഞു വെച്ച ഫലം റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.